ഒരെണ്ണം ടെസ്റ്റ് ചെയ്യാനെടുത്തല്ലേ? ടെസ്റ്റ് ചെയ്ത് വയറ് പെടുത്ത് ചാകുമ്പേ. അതെന്താ? എടി കപ്പയ്ക്കകത്തൊരു തരം വിഷം ഉണ്ടെന്ന് നീ കേട്ടിട്ടില്ലേ? അതുകൊണ്ട് ഈ ആടും പശുവല്ല ഈ കപ്പയൊക്കെ തിന്നു കഴിയുമ്പോ ചത്തു. ഞാൻ കണ്ടിട്ടൊന്നും ഇല്ലല്ലോ ചത്തുന്ന് പോകുന്നത്. അപ്പച്ച എന്താ കണ്ടിട്ടുള്ളേ? ഓ ചിലപ്പോ സ്വപ്നം കണ്ടിട്ടുണ്ടാവും. ഡേ ചുമ്മാ അല്ല സുമേഷ് നിന്നെ എടുത്തിട്ട് കുറയുന്നത്. നിന്റെ കയ്യിലിരിപ്പുണ്ടോ? എന്നാ പിന്നെ അച്ഛമ്മ തടൻ നിക്കണ്ട, എടുത്ത് കഴിച്ചോട്ടെ. രക്ഷിക്കാൻ വന്നതും പോരാ എന്റെ മെക്കിട്ട് കൊടുന്നു. ഞാൻ വല്ലതും പറഞ്ഞു പോയിന്? പറഞ്ഞു. എന്താ കണ്ണു? എന്റെ എല്ലാം ഉണ്ട കണ്ണു കൊണ്ട്. എന്താണ് ഐറ്റംസ്? കപ്പയും ബീഫ് കറിയും. ഓ, കേട്ടിട്ട് തന്നെ കൊതിയാവുന്നു. കുറെ നാളെ കപ്പയും ബീഫ് കറിയും കൂട്ടി അടിച്ചിട്ട്. അച്ഛന്റെ ഫേവറേറ്റ് ആയിട്ടാണ് കപ്പയും ബീഫ് കറിയും. പിന്നെ അല്ലാതെ എനിക്കറിയാം. പക്ഷെ ഉത്തോണിന് ബീഫ് ഫ്രൈ ആ ഇഷ്ടം. എനിക്ക് പക്ഷെ ഇന്ന് ബീഫ് കറി മതി കേട്ടോ. എന്റെ മൈൻഡ് ഞാൻ അങ്ങനെ സെറ്റ് ചെയ്ത് ബീഫ് കറി കഴിക്കാന്ന്. അല്ലെങ്കിലും കപ്പയുടെ കൂടെ കറി തന്നെയാ നല്ലത് അല്ലേ? അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യ്, പെട്ടെന്ന് ബീഫ് കറി സെറ്റാക്ക്. ഞാൻ പോയി കുളിച്ചിട്ട് വരാം. ഓക്കെ അമ്മേ, ഞാൻ ഒരു ഡൗട്ട് ചോദിക്കട്ടെ. ഈ കിഴങ്ങ് വർഗത്തിൽ തന്നെ പെടുന്നതല്ലേ ഈ ക്യാരറ്റ്? അപ്പൊ അത് കഴിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ലടി, ഒരു കുഴപ്പമില്ല. നീ കഴിച്ചോ? ഇതാ ക്യാരറ്റ്. ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ, ക്യാരറ്റും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് വേവിച്ചിട്ട് കഴിക്കുള്ളൂ. ചേട്ടാ ഞാനൊരു സംശയം ചോദിച്ചല്ലോ, അതിന് എന്റെ മെക്കിട്ട് കയറുന്നത് എന്തിനാ? നീ എല്ലാ കിഴങ്ങുകളും കഴിക്കേണ്ടവളാണെന്നാണ് എന്റെ അഭിപ്രായം. പണിയെടുക്കുന്നവരോട് കൂട്ടിരിക്കുന്ന പൈങ്കിളുടെ മനസ്സാരും കാണാതെ പോകരുത് എന്റെ ദൈവമേ. നന്നായിട്ട് ഞാൻ അറിയാണ്ട് അടിച്ചതാ സുമേ. ഉത്തോണ്ട് എവിടാ? ചേട്ടൻ പുറത്തോട്ടങ്ങാണ്ട് പോയി. മൂക്കുത്തി പണിയിപ്പിക്കാനാണോ എന്തോ പറയുന്നത് കേട്ട്. മൂക്കുത്തിയോ? ആർക്ക്? അയ്യോ, ഞാനൊന്നും പറഞ്ഞൊന്നുമില്ല. നിങ്ങളൊന്നും കേട്ടിട്ടില്ല. ഒന്നുമില്ല. എടാ ആർക്കാടാ? ഞാൻ മാറൂട്. ആർക്കാന്ന് പറ. എന്റെ പൊന്നു സഹോദരന്മാരെ, എനിക്ക് ഇതിന്റെ വിശദ വിവരങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല. ഇത് തന്നെ ചേട്ടന്റെ വായിന്ന് അറിയാതെ വീണപ്പം കിട്ടിയതാ. നിനക്ക് ശരിക്കും അറിയത്തില്ല ആർക്കാന്ന്? അതല്ലേ ഞാൻ ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്നേ. നിങ്ങൾ ഇനി ആരും ചോദിക്കാനൊന്നും പോണ്ട കേട്ടോ. ആ മൂക്കുത്തി ആർക്കാന്ന് വെച്ച് കിട്ടുന്ന വെച്ചാൽ മൂക്കിനകത്തോട്ട് കുത്തി കയറ്റിക്കും. അല്ല, ഇതിപ്പോ ആർക്കാന്ന് ആലോചിച്ച് ഡിസ്കഷൻ ചെയ്തൊന്നും സമയം കളയണ്ട. നാളെ എന്റെ ബർത്ത്ഡേ അല്ലേ, ഉറപ്പായിട്ടും ഇത് എനിക്കുള്ള മൂക്കുത്തി തന്നെ ആയിരിക്കും. അതിനുവേണ്ടി പണിപ്പിക്കുന്ന ചേട്ടൻ, എനിക്കറിയാം. നാളെയാണോ നിന്റെ ബർത്ത്ഡേ? പിന്നല്ലാതെ. നിങ്ങൾ ആരെങ്കിലും എനിക്ക് സർപ്രൈസ് തരുമെന്ന് എനിക്ക് അറിയായിരുന്നു. പക്ഷെ ചേട്ടൻ മൂക്കുത്തി വാങ്ങിച്ചു തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അതങ്ങനെ ഭയങ്കര. കഴിഞ്ഞ വർഷം നിനക്ക് 15-നല്ലേ ബർത്ത്ഡേ? ഈ വർഷം എങ്ങനെ 14-ആയത്? എടാ ഇന്ന് 14, നാളെ 15. കണക്ക് കറക്റ്റ് ആയോ? ഇത് എനിക്ക് തന്നെയാ. ഞാൻ പണിക്ക് പോകാൻ നീ ഡേറ്റ് അറിയാൻ വയ്യ. പിന്നെ അല്ലേ. എടി ഉത്തോണെ നീ ബർത്ത്ഡേ ഒന്നും ഓർത്തിരിക്കാൻ ഒരു സാധ്യതയില്ല. ഇത് ഞാൻ കുറച്ചാൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു പുതിയ മൂക്കുത്തി വേണമെന്ന്. അതുകൊണ്ട് വാങ്ങിച്ചോണ്ട് വരുന്നതായിരിക്കും. പിന്നെ എന്റെ ബർത്ത്ഡേ അന്ന് തന്നെ ആണല്ലോ കുറച്ച് നാൾ മുമ്പ് പറഞ്ഞ മൂക്കുത്തി വാങ്ങിച്ചോണ്ട് വരുന്നത്. ഇത് എനിക്കുള്ളത് തന്നെയാ. അതെ, നിങ്ങൾ രണ്ടുപേരും കൂടി ഇനി വഴക്ക് കൂടണ്ട. എല്ലാരും എന്റെ ഇതേ മൂക്കിലേക്ക് ഒന്ന് നോക്കണം. ഒന്നും കാണുന്നില്ലല്ലേ? അകത്തല്ല പൊട്ടാ, വെളിയിൽ. ഒന്നുമില്ല. ഒന്നുമില്ല. അത് തന്നെ ആരുടെ മൂക്കുത്തിയാ പോയി? എന്റെ മൂക്കുത്തി പോയി. അതവനെ അറിയുകയും ചെയ്യാം. അപ്പൊ ആർക്കായിരിക്കും മൂക്കുത്തി ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത് പുതിയത്? ഹലോ, എനിക്കുണ്ട് മൂക്കുത്തി ഇടാനുള്ള ഓട്ടയും. 3 വർഷമായിട്ട് ഞാൻ ഇതിട്ടോണ്ട് നടക്ക. മിക്കവാറും അച്ഛൻ എനിക്ക് എറിയും കൊണ്ടുവരും. ഒന്ന് പോയടി അവളുടെ മൂക്കുത്തി ഇടാനുള്ള ഓട്ട. എന്തോന്നിത്? ഞാൻ എന്താ തട്ടിക്കളിക്കാനുള്ള കളിപ്പാട്ടോ? പല്ലി പല്ലീന്ന് വിളിച്ചാൽ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പല്ലവി. പല്ലവി. വേണ്ടാത്ത കരിവേപ്പില എന്താണെന്നറിയോ? അതാണ് നീ. അതാണ് ചിറ്റപ്പൻ. ഓ, അതാണ് നമ്മള്. എന്ത് പാടി? എടി മൂത്തവരെ എങ്ങനെ ഉപദ്രവിക്കാൻ പാടില്ല. കാടി പുഴു വരും. അടങ്ങിയിരിക്കടി. ഉത്തോണ്ടാ വാ. വാ ഓടി വാ. ആർക്കാ മൂക്കുത്തി? എനിക്കാന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കേട്ടാ. പിന്നെ പെറ്റതലയ്ക്ക് കൊടുക്കാൻ നീ വേറെ ആർക്കെങ്കിലും കൊടുക്കുന്ന എനിക്കൊന്ന് കാണണം. നിങ്ങൾ എല്ലാരും ചമ്മാനായിട്ട് റെഡി ആയിക്കോ. ആർക്കാച്ച എടുക്കണേ? സുമേഷ് വന്ന് പറഞ്ഞല്ലേ? എനിക്കാന്നങ്ങ് പറ. നിങ്ങളുടെ 4 പേരെ മൂക്കിൽ ഓട്ടമുള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. ചേട്ടൻ എന്റെ മാത്രമേ ഓർമ്മ ഉണ്ടായിരുന്നുള്ളല്ലേ? കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇത് പ്രശ്നമാവും. എന്ത് പ്രശ്നടാ? ധൈര്യമായിട്ട് പറ, ആർക്കാ വാങ്ങിയെന്ന്? ഇല്ല, ഞാൻ പറയുന്നില്ല. ഇതിപ്പോ എന്തായാലും കിട്ടുമ്പോ അറിയൂല്ലോ ആർക്കാന്ന്. അത് കിട്ടുമ്പോഴല്ലേ, അത് അപ്പൊ ആലോചിക്കാം. ആലോചിക്കാന്നോ? അപ്പൊ ചേട്ടന് പണിയാൻ കൊടുത്തപ്പോ അറിയത്തില്ലായിരുന്നു ആർക്ക് വേണ്ടിയാ പണിയുന്നതെന്ന്? പണിയാൻ കൊടുത്തപ്പോ അറിയായിരുന്നത് പോലെ, ഇപ്പൊ മറന്നത് പോലെ. അച്ഛന്
ആരെയാ അച്ഛ പേടിക്കണേ നിങ്ങൾ ധൈര്യം അങ്ങ് പറ. ഇപ്പൊ എല്ലാരും അങ്ങനെയൊക്കെ പറയും. പറഞ്ഞു കഴിയുമ്പോ എല്ലാത്തിന്റെയും സ്വഭാവം മാറും. എനിക്ക് എല്ലാത്തിനെയും നന്നായിട്ട് അറിയാം. ഇതിപ്പോ ഇവിടെ ആർക്കാണെങ്കിലും എനിക്ക് സന്തോഷമുള്ളൂ. പക്ഷെ അത് എനിക്കാന്നങ്ങ് പറ. അതിനെന്താ അത്ര മടി? വെള്ളിയാഴ്ച സാധനം കിട്ടുള്ളൂ. അതുവരെ നിങ്ങൾ എല്ലാവരും ക്ഷമിച്ചേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ മൂക്കുത്ത് മെഴുകിയിട്ട് ഞാനങ്ങ് തൂങ്ങിച്ചാവും. ഉള്ള കാര്യം പറഞ്ഞേക്കാം. എനിക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു കഴിയാൻ മാറ്റേ. അച്ഛ അച്ഛ കൊച്ചു പിങ്കി നീ കൂടുന്നുണ്ട് കേട്ടാ. ആ പിന്നെ ഇവിടുത്തെ പെണ്ണുങ്ങൾ ആരച്ഛമ്മ വേണ്ട രണ്ടും കയറി വീട്ടിൽ പോകാത്ത